ഹലോ ഗായ്സ്, എൻ്റെ പുതിയ യൂട്യൂബ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതെൻ്റെ സെക്കൻഡ് ലോങ് വീഡിയോ ആണ് കേട്ടോ. കൂടാതെ ഞാൻ യൂട്യൂബ് ജേണി സ്റ്റാർട്ട് ചെയ്തിട്ട് ഏകദേശം 2 മാസമായി ഇന്നത്തേക്ക്. അപ്പോൾ പിന്നെ ഇന്നത്തെ ടോപ്പിക്ക് യൂട്യൂബിനെ കുറിച്ച് തന്നെ ആവാമെന്ന് വിചാരിച്ചു. കൂടാതെ ഞാൻ ഇതിലൊരു റെസിപ്പി വീഡിയോ കൂടെ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് റെസിപ്പി വീഡിയോ കാണും ചെയ്യാം, എൻ്റെ യൂട്യൂബ് ജേണി ഒന്ന് കേൾക്കും ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാൻ ഇന്ന് ഉണ്ടാക്കുന്ന റെസിപ്പി എന്താണെന്ന് ആദ്യം ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അതായത് നമ്മുടെ എപ്പോഴും മുട്ട ഇങ്ങനെ പുഴുങ്ങി കുട്ടികൾക്ക് കൊടുക്കുമ്പം അതിൽ മഞ്ഞ അവിടെ മാറ്റി വെച്ചിട്ട് വെള്ളം മാത്രമായിരിക്കും കുട്ടികൾ കഴിക്കുക. അതായത് ചില കുട്ടികൾ കേട്ടോ, എല്ലാവരും അങ്ങനെയാണെന്നില്ല. അപ്പോൾ നമുക്ക് ആ മഞ്ഞ അവരെ കൊണ്ട് കഴിപ്പിക്കേണ്ടേ. അപ്പോൾ ആ മഞ്ഞ അവരെ കൊണ്ട് എങ്ങനെയാണ് കഴിപ്പിക്കുക എന്നുള്ളതിൻ്റെ ഒരു വീഡിയോ ആണ് കേട്ടോ ഞാൻ ഇന്ന് ഇട്ടിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണം കേട്ടോ. പിന്നെ എൻ്റെ സെറ്റപ്പ് ഒന്നും നോക്കണ്ട. ഞാൻ എൻ്റെ ട്രൈപോഡിന് പെട്ടെന്നൊരു തലയിറക്കം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ കയ്യിൽ വെച്ചിട്ടാണ് വീഡിയോ എടുക്കുന്നത്. പിന്നെ എന്നെ പാത്രത്തിലൊക്കെ സെറ്റ് ചെയ്തിട്ടും പാത്രം അങ്ങോട്ട് ചിരിച്ച് ഇങ്ങോട്ട് ചിരിച്ച് അങ്ങനെയൊക്കെയാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ അതിൻ്റെതായ അഭാവങ്ങൾ എല്ലാം അതിലുണ്ടാവും. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ബട്ടൺ കൂടി ഞെക്കിയിട്ട് കാണണം കേട്ടോ. പിന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് എന്തായാലും അറിയിക്കുക. കമൻറ്റ്സ് വായിക്കുമ്പോൾ നല്ല രസമാണ്, അതിൻ്റെ റിപ്ലൈ ഇങ്ങനെ കൊടുക്കുക. ഏകദേശം ഒരു ഏപ്രിൽ മാസത്തിലെ 13-ാം തീയതിയാണ് ഞാൻ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. അതായത് എൻ്റെ ആദ്യത്തെ യൂട്യൂബ് ചാനലൊന്നും അല്ല ഇത്. ഞാൻ ഇതിനു മുമ്പ് 2 യൂട്യൂബ് ചാനൽ തുടങ്ങി 2024. പിന്നെ ഞാനത് സ്റ്റോപ്പ് ചെയ്തു. പിന്നെ എനിക്ക് തോന്നി ഞാനത് സ്റ്റോപ്പ് ചെയ്തത് വലിയൊരു മണ്ടത്തരമായിരുന്നു എന്നുള്ളത്. പക്ഷേ എനിക്കതിൽ റിഗ്രറ്റ് ഒന്നുമില്ല. കാരണം എന്താ വെച്ചാൽ ഇപ്പോഴാണ് നമുക്ക് അതിനുള്ള സെറ്റപ്പും കാര്യമൊക്കെ ആയത്. പിന്നെ ഞാൻ 0 എന്നാണ് എൻ്റെ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്തത്, അതായത് 0 സബ്സ്ക്രൈബേഴ്സ്. പിന്നെ ഞാൻ ഉമ്മാൻ്റെ ഫോണിനെടുത്തിട്ട് ഉമ്മാൻ്റെ ഫോണിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തു. പിന്നെ ഉപ്പാൻ്റെ ഫോണിനെടുത്തിട്ട് ഉപ്പാൻ്റെ കയ്യിൽ നിന്ന് സബ്സ്ക്രൈബ് ചെയ്തു. എനിക്ക് 2 സബ്സ്ക്രൈബേഴ്സെങ്കിലും ഉണ്ട് എന്നുള്ളൊരു സമാധാനം കിട്ടാൻ വേണ്ടിയിട്ട്. ബട്ട് സ്റ്റിൽ എൻ്റെ ഹസ്ബൻഡിന് പോലും എൻ്റെ ചാനൽ നെയിം ഇതുവരെ ഞാൻ പറഞ്ഞു കൊടുത്തിട്ടില്ല. കാരണം ഞാൻ മനസ്സിലുണ്ടായിരുന്നു എനിക്ക് 500 സബ്സ്ക്രൈബേഴ്സ് ആയാൽ മാത്രമേ ഞാൻ എൻ്റെ ചാനലിൻ്റെ നെയിം പറഞ്ഞു തരുള്ളൂ എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എങ്ങനെയെങ്കിലും ഒരു 500 പേരെ ആക്കണം എന്നുള്ളൊരു മൈൻഡ് നമുക്ക് ഉണ്ടാവുമല്ലോ. അത് ഓട്ടോമാറ്റിക്കായിട്ട് വന്നോട്ടെ വിചാരിച്ച് നിർത്തി പോകണ്ട എന്നുള്ളൊരിതിലാണ് ഞാനത് ഉദ്ദേശിച്ച് പറഞ്ഞത് കേട്ടോ. എന്നാലും എനിക്കിപ്പോൾ 131 സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. മാഷാ അല്ലാ. ഞാൻ ഫേസ് കാണിക്കാതെ വീഡിയോ ഇട്ടിട്ടും ഈ 131 പേര് എന്നെ സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളതിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. കാരണം ഇപ്പോൾ യൂട്യൂബ് ചാനൽ കൊണ്ടുപോകുക എന്നുള്ളതിൽ ഭയങ്കര കോമ്പറ്റീഷനാണ് കേട്ടോ. ഇപ്പോൾ AI വരെ വന്ന കാലഘട്ടത്തിൽ നമ്മൾ ഫേസ് പോലും കാണിക്കാതെ വീഡിയോസ് ഇട്ടിട്ട് ഒരു സബ്സ്ക്രൈബേഴ്സിന് കൂട്ടുക, നമ്മൾ ചാനൽ മോണിറ്റൈസ് ആക്കുക, ഭയങ്കര കാര്യമാണ് കേട്ടോ. അതൊക്കെ ഭയങ്കര ടഫുള്ള കാര്യമാണ്. പക്ഷേ നമ്മൾ ഫേസ് കാണിക്കാത്തത് ഒരു പ്രശ്നമല്ല എന്നുള്ളത് എനിക്ക് വഴിയേ മനസ്സിലായ ഒരു കാര്യമാണ് കേട്ടോ. അല്ലാതെ എനിക്കിപ്പോൾ ഇത്രയും സബ്സ്ക്രൈബേഴ്സ് ആവില്ലല്ലോ. ഒരുപാട് പേര് 50 ആവാതെ 100 ആവാതെ കമൻറ്റ് ബോക്സിൽ ഞാൻ ഒരുപാട് പേരുടെ ഞാൻ വായിച്ചിട്ടുണ്ട്. അപ്പോൾ എന്നെപ്പോലെ പുതിയതായിട്ടൊരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ട് എൻ്റെ വീഡിയോ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അപ്പോൾ എനിക്ക് അവരോട് പറയാനുള്ള ഒരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിതിൽ മെയിനായിട്ട് ഫോക്കസ് ചെയ്യേണ്ടത് കൺസിസ്റ്റൻസി ആണ്. കൺസിസ്റ്റൻ്റ് ആയിട്ട് വീഡിയോസ് ഇടുക. അതായത് നമ്മൾ ഷോർട്സ് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് കാര്യമില്ല. നമ്മൾ ഷോർട്സ് ഇട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിലൂടെ സബ്സ്ക്രൈബേഴ്സിനെ കൊണ്ടുവരാൻ വേണ്ടി സാധിക്കും. പക്ഷേ നമ്മൾ വാച്ച് അവർ കംപ്ലീറ്റ് ചെയ്യുക എന്ന് പറയുന്നത് നമുക്ക് വലിയൊരു ടാസ്ക്കാണ്. അതായത് നമുക്ക് 90 ഡേയ്സ് കൊണ്ട് ഒരു 10 മില്യൺ വ്യൂസ് വരുത്തുക എന്നുള്ളത് നമ്മളെപ്പോലത്തെ ബിഗിനേഴ്സിനെ കൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടായ കാര്യമാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. പക്ഷേ ലോങ് വീഡിയോസ് ഇട്ടിട്ട് നമുക്ക് വാച്ച് അവരെ കൊണ്ടുവരാൻ വേണ്ടി സാധിക്കും. അപ്പോൾ നമ്മൾ ഡെയിലി ഷോർട്ട് വീഡിയോസ് ഇട്ടാലും ആഴ്ചയിൽ 1-2 ലോങ് വീഡിയോസ് എങ്കിലും ഇടാൻ നമ്മൾ ശ്രദ്ധിക്കണം. അതാവുമ്പം 1 ഇയർ കൊണ്ട് നമുക്ക് 4000 വാച്ച് അവർ കംപ്ലീറ്റ് ചെയ്താൽ മതിയാ. മറ്റേത് നമ്മൾ 90 ഡേയ്സ് കൊണ്ട് 10 മില്യൺ വ്യൂസ് അടിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ സംബന്ധിച്ച് കുറച്ചൊരു പാടാണ്. പിന്നെ നമുക്ക് പല സമയത്തും നമുക്കിങ്ങനെ തോന്നിപ്പോകും ഇത് വേണ്ട, ഇത് ഇട്ടിട്ട് പോവാം, ഇതിൽ നമ്മളൊന്നും രക്ഷപ്പെടില്ല, അങ്ങനെയൊക്കെ നമുക്ക് പല സമയത്തും തോന്നിപ്പോകും. നമ്മളിങ്ങനെ പിന്തള്ളിക്കൊണ്ടിരിക്കും. ഇതിന്ന് എങ്ങനെയെങ്കിലുമൊക്കെ വേണ്ട എന്നുള്ളൊരു തോന്നൽ നമുക്കിതിലിങ്ങനെ വരും കേട്ടോ. ഒന്നാമത് നമ്മൾ കഷ്ടപ്പെട്ട് ഓരോ വീഡിയോസ് ഇടുമ്പോൾ നമുക്ക് ചിലപ്പോൾ അതിന് വ്യൂസ് കിട്ടണമെന്നില്ല, സബ്സ്ക്രൈബർ ആവണമെന്നില്ല. ചില സമയത്തൊക്കെ എൻ്റെ സബ്സ്ക്രൈബർ ഏതെങ്കിലും 90-ലൊക്കെ ആണെങ്കിൽ അങ്ങനെ സ്റ്റക്കായി കുറച്ച് ദിവസം നിൽക്കും. പിന്നെ 1-2 പേര് ചെയ്യും, പിന്നെ അങ്ങനെ സ്റ്റക്കായി നിൽക്കും ആ നമ്പർ 2 ദിവസം വീഡിയോ ഇട്ട്. അങ്ങനെയൊക്കെയാണ് നമുക്കും സബ്സ്ക്രൈബേഴ്സ് കയറുന്നത്. അപ്പോൾ നമ്മളത് നിർത്തി പോവാതിരിക്കുക എന്നാണ് പിന്നെ എനിക്ക് പറയാനുള്ളത്. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെല്ലാവരും ഫിനാൻഷ്യലി ഒന്ന് ഇൻഡിപെൻഡൻ്റ് ആവണം, കുറച്ച് എന്തെങ്കിലും ഏണിങ്സ് യൂട്യൂബിൽ നിന്ന് കിട്ടണം എന്നുള്ളൊരു ഇത് മനസ്സിൽ വിചാരിച്ചിട്ടാണല്ലോ എല്ലാവരും യൂട്യൂബ് ചാനലൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇന്നല്ലെങ്കിൽ നാളെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ഇത് നമ്മൾ സക്സസ് ആവുന്ന നമ്മളിങ്ങനെ ചിന്തിച്ചുകൊണ്ട് വീഡിയോസ് ഇട്ടുകൊണ്ടേ ഇരിക്കുക കൺസിസ്റ്റൻ്റ് ആയിട്ട്. അതാണ് എനിക്ക് മെയിനായിട്ട് പറയാനുള്ളത്. പിന്നെ നമ്മളെ ചാനലിൽ ജെന്യൂൻ ആയിട്ടുള്ള സബ്സ്ക്രൈബേഴ്സിനെ കയറ്റാൻ നോക്കുക. നമ്മളിങ്ങനെ ക്യാഷൊക്കെ കൊടുത്തൊന്നും കയറ്റരുത്. പിന്നെ പറയിപ്പിച്ച് നമ്മളിങ്ങനെ
ഫോഴ്സ് ചെയ്തൊന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് പറഞ്ഞിട്ട് അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. അങ്ങനെയുള്ളവർ നമ്മളെ ചാനൽ ആരും കാണൂല, വീഡിയോസ് കാണൂല. നമ്മളെ ചാനൽ കണ്ട് ഇഷ്ടപ്പെട്ട് സബ്സ്ക്രൈബ് ചെയ്ത് ഓർഗാനിക്കായിട്ടുള്ള സബ്സ്ക്രൈബേഴ്സിനെയാണ് നമുക്കതിൽ ആവശ്യം. അപ്പോൾ ഈ 2 മാസം എന്നെ സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. ഇതേ സപ്പോർട്ട് ഇനി മുന്നോട്ടേക്കും എനിക്ക് ആവശ്യമാണ്. നിങ്ങൾ എൻ്റെ വീഡിയോസ് കാണണം, സ്കിപ്പ് ചെയ്യാതെ കാണുക, കമൻറ്റ് അറിയിക്കുക, ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുക. എൻ്റെ വീഡിയോ കണ്ടിട്ട് യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യണമെന്ന് തോന്നുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പം തന്നെ സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. നമുക്ക് എങ്ങനെയെങ്കിലുമൊക്കെ രക്ഷപ്പെടാൻ പറ്റുകയാണെങ്കിലോ. പിന്നെ ഇത് കുറച്ച് മെനക്കെട്ട പണിയാണ്. ഞാൻ 3 കുട്ടികളെ വെച്ചിട്ടൊക്കെയാണ് വീഡിയോസൊക്കെ ഇടുന്നത്. അപ്പോൾ ഓരോരോ പ്രശ്നത്തിലൂടെയാണ് എല്ലാവരും ഓരോരോ പണികളും സ്ട്രെസ്സും എല്ലാം എല്ലാവർക്കും ഉണ്ട്. അപ്പം അത് ആഗ്രഹമുള്ളവർ ഇപ്പം തന്നെ തുടങ്ങിക്കോളുക. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ കൂടെ റെസിപ്പി വീഡിയോ ഇട്ടിട്ടുണ്ട്. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മുട്ട പുഴുങ്ങിയിട്ട് അതിലേക്ക് എന്താക്കുക, നമ്മൾ സാധാരണ മസാല ആക്കൂലേ അതേപോലെ തന്നെ വെളിച്ചെണ്ണ ചൂടാക്കിയിട്ട് അതിലേക്ക് മുളക് പൊടി, ഉപ്പ്, ഗരം മസാല ഇതെല്ലാം കൂടി ഇട്ടിട്ട് ആ മഞ്ഞ എന്താക്കുക അതിലങ്ങോട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ എന്താക്കും അത് മസാലയെ കിടന്നിട്ട് മിക്സ് ആയിക്കോളും. പിന്നെ നമ്മൾ ആ വെള്ളയെ കൂടെ ചേർത്തിട്ട് ഇളക്കി നന്നായിട്ട് യോജിപ്പിക്കുക. വെളിച്ചെണ്ണ കുറച്ചധികം ഇട്ടോ കേട്ടോ, ഓവറായിട്ടുണ്ടാ. പിന്നെ ഞാൻ ഇതിൽ മുളക് ആഡ് ചെയ്തിട്ടില്ല, അത് കുട്ടികൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടല്ല ഞാൻ ഇട്ടത്. അപ്പോൾ അത് മാറ്റി വെച്ചിട്ട് ഒരു സവാളൻ്റെ ഹാഫ് എടുത്തിട്ട് അരിഞ്ഞിട്ട് അതിലേക്ക് കുറച്ച് മല്ലിച്ചപ്പ് ഇട്ടിട്ട് ഒന്ന് ജസ്റ്റ് ഒരു ചെറുനാരങ്ങ പിഴിഞ്ഞിട്ട് നോക്കുക എന്താ അതിൽ കുറവുള്ള ഉപ്പ് എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അതിലേക്ക് ഉപ്പ് ആഡ് ചെയ്യുക കേട്ടോ. എന്നിട്ട് മിക്സ് ചെയ്തിട്ട് കഴിച്ചു. അടിപൊളി കേട്ടോ. ഞങ്ങളിവിടെ പാത്രം കാലിയായത് അറിഞ്ഞിട്ടില്ല, ഞാനും കുട്ടികളും കൂടെയാണ് കഴിച്ചത്. ഞാൻ ഇവർക്ക് ഇഷ്ടപ്പെടുമോ എന്നറിയില്ല, ഞാൻ കഴിച്ചു നോക്കട്ടെ എന്നുള്ളൊരിതിലാണ് ഞാൻ ഉണ്ടാക്കി കൊടുത്തത്. പക്ഷെ അവർക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. അവർ രണ്ടുപേരും എനിക്ക് ആകെ 2 സ്പൂൺ മാത്രമേ തന്നിട്ടുണ്ടായിരുന്നുള്ളൂ, പിന്നെ എനിക്ക് ബാക്കിയൊക്കെ അവരാ കഴിച്ചത്. അപ്പോൾ ഇങ്ങനെ മുട്ടയുടെ മഞ്ഞ കഴിക്കാൻ മടിയുള്ള കുട്ടികൾ വീട്ടിലുണ്ടെങ്കിൽ എല്ലാവരും ഇതെന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇനി എന്നെ 500 സബ്സ്ക്രൈബേഴ്സ് ആവാൻ വേണ്ടിയിട്ട് എല്ലാവരും ഒന്ന് ഹെൽപ്പ് ചെയ്യണം. വീഡിയോസ് കാണുന്നവരൊക്കെ ഒന്ന് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ഒക്കെ ഒന്ന് ചെയ്യുക. പുതിയൊരു ലോങ് വീഡിയോസ് ആയിട്ട് പിന്നെ കാണാം. ഓക്കെ, ബൈ.